ഹലോ എവരി വൺ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി. ദിസ് ഈസ് ശരത്. സോ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ആർട്ടിക്കിൾ 12, 13, 14, 15, 16, 17, 18 വരെ നോക്കി. അപ്പൊ 18 തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ റൈറ്റ് ടു ഫ്രീഡം, അതായത് സ്വാതന്ത്ര്യ അവകാശം, അതിന്റെ കീഴിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആർട്ടിക്കിൾസ് വരുന്നത്, അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനായിട്ടുള്ളത്. അപ്പം ആദ്യമേ നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 ഈ പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ നമ്മൾ സബ് ഡിവിഷൻസ് ആയിട്ട് കുറെ ആർട്ടിക്കിൾസ് നോക്കും. അതിൽ ആദ്യം നോക്കാനുള്ളത് 19A ആണ്. അപ്പം 19A കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ നോക്കാനുള്ളത് 19A, 19B, 19 ക്ലോസ് C, 19 ക്ലോസ് D, അതേപോലെ 19 ക്ലോസ് E, 19 ക്ലോസ് F, 19 ക്ലോസ് G. ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതില് ഒരെണ്ണം ഇപ്പൊ നിലവിലില്ല. അതായത് 19 ക്ലോസ് F എന്ന് പറയുന്ന ആശയം ഇപ്പൊ നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ 19F എന്ന് പറയുന്നതാണ് ആക്ച്വലി റൈറ്റ് ടു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സ്വത്തവകാശം എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ മാറ്റി? 44ാം ഭേദഗതി 1978 1978 44th അമെന്റ്മെന്റ് പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടീനെ നമ്മൾ എന്തായിട്ട് മാറ്റി? ഫണ്ടമെന്റൽ റൈറ്റിന് റിമൂവ് ചെയ്ത് ആർട്ടിക്കിൾ 300A ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാത്രം അതിനെ മാറ്റിയെടുത്തു. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 19F കീഴിൽ ഉണ്ടായിരുന്നു. പിന്നീട് 44ാം അമെന്റ്മെന്റ് വഴി 1978 എന്തായിട്ട് മാറ്റി? അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാറ്റി. ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 300A. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് ക്വസ്റ്റ്യൻസ് എക്സാംസിന് ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 300A എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് വർഷമാണ് ഈ ഒരു ഭേദഗതി സംഭവിച്ചത്, അല്ലെങ്കിൽ ഏത് അമെന്റ്മെന്റ് ആണ്? 42ാം അമെന്റ്മെന്റ് ആണോ, 44ാം അമെന്റ്മെന്റ് ആണോ, 38ാം അമെന്റ്മെന്റ് ആണോ? അങ്ങനെയൊക്കെ പ്രസ്താവന രൂപേണ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാംസിന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ അതിൽ ഒരു ക്ലോസ് പറഞ്ഞു എന്തുകൊണ്ടില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് അതിൽ ഓരോ ക്ലോസസ് ആയിട്ട് നോക്കാം. അപ്പം ആദ്യം നമുക്ക് നോക്കാനുള്ളത് 19 ക്ലോസ് A അല്ലെങ്കിൽ 19 ക്ലോസ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയും. അപ്പം നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം? അതായത് നമ്മൾക്ക് തോന്നുന്ന ആശയങ്ങൾ, ആർക്ക്? അതായത് സിറ്റിസൺ എന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന ആശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് പല വഴി കൂടെയും നമുക്ക്, അല്ലെങ്കിൽ പല മാധ്യമങ്ങളിൽ കൂടെയും നമുക്കത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ എവിടെ പഠിക്കുന്നു? റൈറ്റ് ടു ഫ്രീഡം എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ അണ്ടർ അനുച്ഛേദനം 19 കീഴിൽ, അതിന്റെ കീഴിൽ തന്നെയുള്ള സബ് ഹെഡിങ്ങിന്റെ കീഴിൽ 19 ക്ലോസ് 1 കീഴിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പം ഇതിൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പല മാധ്യമങ്ങളിൽ കൂടെ നമുക്കുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പത്രത്തിലൂടെ, നമുക്ക് ജേർണൽസ് എഴുതിയിട്ട് നമ്മളുടെ അഭിപ്രായം പറയാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കമന്റുകൾ ഇട്ടിട്ട് നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് പറ്റും, അല്ലെ? പക്ഷേ ഇവിടെയും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ യുക്തിസഹതമായ നിയന്ത്രണങ്ങൾ ഇവിടെയും ഉണ്ട്. അതായത് ഫ്രീഡം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു യുക്തിസഹമായ നിയന്ത്രണങ്ങളുണ്ട്. എന്താണ് ഈ യുക്തിസഹമായ നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്റ്റേറ്റിന് വേണമെങ്കിൽ ഇവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. അതായത് ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 124A ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് സെക്ഷൻ 124A നമ്മൾ സെഡിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. അതായത് സെഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. അതായത് ആർട്ടിക്കിൾ 19 നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ ഈ ഇന്റർനെറ്റ് വഴിയോ ഒക്കെ നമ്മളുടെ ആശയം പുറത്തേക്ക് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിലേതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒരു രാജ്യദ്രോഹ രീതിയിലേക്ക് മാറുകയാണ്, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് എന്താണ്?
നമുക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, 19 clause 1 പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് 19(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ഈ പറയുന്ന സെക്ഷൻ 124 അല്ലെങ്കിൽ IPC സെക്ഷൻ 124 രാജ്യദ്രോഹ കുറ്റത്തിന്റെ കീഴിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മളുടെ റൈറ്റ് റിസ്ട്രിക്ട് ചെയ്യാം. അതായത് ഇപ്പം 124ന്റെ കീഴിൽ ഇപ്പം നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പോയിട്ട് പറയാൻ പറ്റത്തില്ല, അതായത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ എന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. അതായത് 124 എന്ന് പറയുന്നത് 19 ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ വൈലേറ്റ് ചെയ്തു, ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പോയിട്ട് കോടതിയിൽ പോയിട്ട് പറയാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വൈലേറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ട് എനിക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല. കോടതി വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് എനിക്കത് എന്റെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനും പറ്റത്തില്ല. അപ്പം ഇത്രയാണ് 19(1) ശ്രദ്ധിക്കേണ്ടത് അല്ലെ. ഇനി 19 clause 2 ആണ്. 19 clause 2 പറയുന്നത് അതായത് റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി എന്നാണ്. അപ്പം എന്താണ് ഈ അസംബിൾ ടു പീസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ സമാധാനപരമായിട്ട് നമുക്ക് അസോസിയേഷൻസും അല്ലെങ്കിൽ സമാധാനപരമായിട്ട് നമുക്ക് സമരങ്ങൾ ചെയ്യാനുള്ള അധികാരങ്ങളെയാണ് നമ്മൾ റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 19(1) നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. 19 clause 2 പറയുന്നത് എന്താണ്, സമാധാനപരമായിട്ട് ഈ പറയുന്ന ഈ സമരങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അധികാരമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അതായത് സമരം ചെയ്യുന്നത് ഒരിക്കലും ഒരു അവകാശമല്ല, പക്ഷെ നമുക്ക് സമാധാനപരമായിട്ട് കൂട്ടം കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ ഇതിൽ നമുക്ക് ഒരിക്കലും എന്ത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതായത് റൈറ്റ് ടു സ്ട്രൈക്ക് അല്ലെങ്കിൽ സമരം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലെങ്കിൽ മൗലിക അവകാശമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതായത് ചോദിക്കാം റൈറ്റ് ടു, നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കും. അതായത് റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു അവകാശമാണോ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അപ്പം റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അപ്പം അത്രയുമാണ് എന്തിൽ നോക്കാനുള്ളത്, 19 clause 2 നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ 2 ക്ലോസുകളാണ് പറഞ്ഞത്, രണ്ടും 19ന്റെ കീഴിലാണ് പറഞ്ഞത്. ഒന്ന് 19 എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. അതിന്റെ റെസ്ട്രിക്ഷൻസ് ഞാൻ പറഞ്ഞു. എന്താണ് റെസ്ട്രിക്ഷൻസ്, സെക്ഷൻ 124A പ്രകാരം രാജ്യദ്രോഹപരമായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സോവർണിറ്റിക്കോ അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിക്കോ എന്തെങ്കിലും തടസ്സമാവുന്ന കാര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്കെതിരെ ആക്ഷൻസ് എടുക്കാൻ അവർക്ക് പറ്റും. അപ്പം അതിന്റെ പേരിൽ നമുക്ക് നമ്മളുടെ റൈറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതാണ് 19 clause 1 എന്ന് പറയുന്നത്. clause 2 എന്ന് പറയുന്നത് എന്താണ്, സമാധാനപരമായിട്ട് നമുക്ക് സമരങ്ങളും അല്ലെങ്കിൽ അസംബ്ലി ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. എന്ന് വെച്ചിട്ട് എന്താണ് റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് 19 clause C ആണ്. അപ്പം 19 clause C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് അല്ലെങ്കിൽ യൂണിയൻസ് അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം ഇതൊക്കെ തുടങ്ങാനുള്ള നമ്മളുടെ അധികാരമാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 clause C ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അതായത് ഇപ്പം എനിക്ക് A എന്ന് പറയുന്ന ഒരു സംഘടന തുടങ്ങണം അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാനുള്ള അവകാശം എന്തിൽ പറയുന്നുണ്ട്, 19 clause C പറയുന്നുണ്ട്. അതേസമയം തന്നെ അതായത് എനിക്ക് തുടങ്ങാനുള്ള അവകാശം ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന സംഘടന മീൻസ് ഈ പറയുന്ന അസോസിയേഷൻ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം പറഞ്ഞ A എന്ന് പറയുന്ന അസോസിയേഷൻ, അതായത് ഇപ്പം ടെററിസം പോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എന്റെ മൗലികാവകാശം റദ്ദ് ചെയ്യാനും അതിന്റെ ഒരു വാലിഡിറ്റി ഞാൻ തുടങ്ങിയ A എന്ന് പറയുന്ന അസോസിയേഷനെ റദ്ദാക്കാനും വേണമെങ്കിൽ പറ്റും. ആ ഒരു അധികാരവും എന്തിൽ പറയുന്നുണ്ട്, അതായത് ഒരു യുക്തിപരമായ നിയന്ത്രണങ്ങൾ അവിടെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഒരേ സമയം തന്നെ നമുക്ക് തുടങ്ങാനുള്ള അധികാരമുണ്ട്, അതേസമയം തന്നെ രാജ്യത്തിന്റെ സോവർണിറ്റിയോ അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിയോ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്ന ഒരു അസോസിയേഷനിലോ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലോ അല്ലെങ്കിൽ യൂണിയൻസിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് റദ്ദ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റദ്ദ് ചെയ്യാൻ പറ്റും. അപ്പം അത് റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല. കോടതിയിൽ പോയാലും നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് ഒരു ആക്ട് കൊണ്ടുവന്നത്, അതായത് അൺലോഫുൾ പ്രിവെൻഷൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ആക്ട് പ്രകാരമാണ് നമ്മൾ പല സംഘടനകളെയും നമ്മൾ റീസെന്റ് ആയിട്ട് കുറെ സംഘടനകൾ നമ്മൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കാം, ഈ അൺലോഫുൾ ആൻഡ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളുമായി അല്ലെങ്കിൽ ഏത് അനുച്ഛേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പൊ നമുക്കൊരു വ്യക്തത വേണം.
ആർട്ടിക്കിൾ 19 ക്ലോസ് സീന്റെ കീഴിൽ നമ്മൾ പറയുന്ന, അതായത് റൈറ്റ് ടു ഫോം അസോസിയേഷൻസിന്റെ കീഴിൽ പറയുന്നതിന്റെ കീഴിലാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്, ഈ പറയുന്ന അൺലോഫുൾ ആൻഡ് പ്രിവെൻഷൻസ് ആക്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം വരുന്നത് അതിലാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, അപ്പൊ നമ്മൾ 19C നോക്കി, ഇനി നമുക്ക് നോക്കാനുള്ളത് 19 ക്ലോസ് ഡി ആണ്. 19 ക്ലോസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അതായത് റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ഇൻസൈഡ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാ പറയാ. അതായത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അല്ലെ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് വെറുതെ പോകാൻ പറ്റും. അതായത് മീൻസ് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ട്രെയിൻ ടിക്കറ്റിന്റെ കാശ് മാത്രം മതി, അല്ലെ? അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് മാത്രം മതി. അതല്ലാണ്ട് വേറൊരു രേഖകളോ കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യേണ്ട, കരുതേണ്ട ആവശ്യമില്ല. അത് ആക്ച്വലി എന്താണ്, നമ്മളുടെ മൗലിക അവകാശമാണ്. അതായത് ഇപ്പം ഞാൻ കേരളത്തിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു പൗരൻ കാശ്മീർ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലേക്ക് യാത്ര ചെയ്തു എന്ന് വെച്ചിട്ട് അവിടുത്തെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? കാര്യം ഞാൻ അവിടെ ഉള്ള ഒരാളല്ല, പിന്നെ അവിടെ എന്തിനു വന്നു എന്ന് പറഞ്ഞ ചോദ്യം എനിക്ക് നേരിടേണ്ട ആവശ്യമില്ല. കാര്യം എന്താ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, അതായത് ഇന്ത്യയുടെ ബൗണ്ടറി, ഇന്ത്യയുടെ ടെറിട്ടറീസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെയാണ് നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മീൻസ് റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇതാണ് ജനറലി നമ്മൾ 19 ക്ലോസ് ഡിയിൽ പറയുന്നത്. അതായത് 19 ക്ലോസ് ഡിയിൽ നമ്മൾ എന്താ പറഞ്ഞത്, റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇനി ഇതിലും എന്തുണ്ട്, ഒരു യുക്തിസഹതമായ അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു റീസണബിൾ ആയിട്ടുള്ള റിസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താണ് റീസണബിൾ ആയിട്ടുള്ള റിസ്ട്രിക്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കാണാൻ പറ്റും, നമുക്കിപ്പം നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ട്രൈബ്സുകൾ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടേക്ക് സാധാരണ ഈ അവിടുത്തെ ആൾക്കാരല്ലാത്ത ആൾക്കാരെ അങ്ങോട്ടേക്ക് കയറ്റി വിടാറില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോ കാശ്മീരിൽ പോയാലും ഇപ്പം ആർമിയുടെ കൺട്രോളിലുള്ള റീജിയൻസ് ഉണ്ട്, അല്ലെ? ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ബോർഡർ ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനുശേഷം ആ ഒരു ബോർഡർ റീജിയൻ കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒന്നെങ്കിൽ ആർമിയുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു ഒഫീഷ്യൽ വിസിറ്റ് ആയിരിക്കണം. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. പക്ഷേ അവിടെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു, കാര്യം എനിക്ക് അവിടെ പോകാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അവിടെയും എന്താണ് ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു പൗരന്മാർക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്? അതായത് അത് രാജ്യത്തിന്റെ സോവർണിറ്റിയുടെയും ഇന്റഗ്രിറ്റിനെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ്, മനസ്സിലായില്ല? അല്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞു ചില ട്രൈബ്സ് മാത്രമുള്ള റീജിയൻസ് ഉണ്ട്. അപ്പൊ അവിടേക്ക് ബാക്കിയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ പറയുന്ന റീജിയൻസിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റാത്തത്, അല്ലെ? അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം അങ്ങോട്ടേക്ക് എൻട്രി വെക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അതും എന്താണ്, ഈ പറയുന്നതിന് കീഴിൽ ഒരു റീസണബിൾ റിസ്ട്രിക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തിന്റെ കീഴിൽ, 19 ക്ലോസ് ഡിന്റെ കീഴിൽ ഒരു റീസണബിൾ റിസ്ട്രിക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ 19C പറഞ്ഞു, അതേപോലെ തന്നെയാണ് 19Dയും. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. പക്ഷെ ചില ഏരിയാസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ഈ പ്രദേശങ്ങൾ വരുന്ന സമയത്ത്, അതിപ്പോ ഏത് സംസ്ഥാനങ്ങളോ ആയിക്കോട്ടെ, ചില പ്രദേശങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരാറുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത് ആർട്ടിക്കിൾ 19 ക്ലോസ് ഡി. 19 ക്ലോസ് ഇനെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 19 ക്ലോസ് ഇ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റൈറ്റ് ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതെ, ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള അധികാരമുണ്ട്. അതായത് റൈറ്റ് ടു റിസൈഡ് ഇൻ എനി പാർട്ട് അല്ലെങ്കിൽ എനി ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് ഇപ്പം ഇന്നിപ്പോ ഞാൻ ഒരു 2 മാസത്തേക്ക് ഞാനിപ്പോ കേരളത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ നാളെ ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം പാസ്സായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോസ്റ്റിംഗ് ആവുകയാണെങ്കിൽ ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പം ഞാനിപ്പോ അതിന്റെ ഭാഗമായിട്ട് അവിടെ താമസിക്കുന്നു വെച്ച് കഴിഞ്ഞാലും എന്റെ റൈറ്റ് മീൻസ് എന്നെ അവിടെ ആരും വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. കാര്യം എന്താ, എന്റെ റൈറ്റ് ആണ്. അതായത് ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് റൈറ്റ് ടു റിസൈഡ് ഇൻ എനി പാർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ എനി ടെറിട്ടറിയിലുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും താമസിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അതാണ് 19 ക്ലോസ് ഇയിൽ പറയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാൻ പറ്റും. ഇന്ത്യയുടെ ടെറിട്ടറിക്ക് അകത്ത് വരുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാൻ പറ്റും. അപ്പം അത്രയാണ് ആർട്ടിക്കിൾ 19 ഇയിൽ നോക്കാനുള്ളത്. ഇനി 19F നമ്മളൊന്ന് വന്നേ. 19F നമ്മൾ പറഞ്ഞു അത് നിലവിൽ ഇപ്പൊ ഇല്ല. എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് സ്വത്തവകാശമാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു സ്വത്തവകാശം എന്ന് പറയുന്നത് നമ്മൾ 1978
44-ാം അമെന്റ്മെന്റ് പ്രകാരം നമ്മൾ എന്താക്കി മാറ്റി, ആർട്ടിക്കിൾ 300A നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടീനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്, ആർട്ടിക്കിൾ 300A കാണാൻ സാധിക്കുന്നത്. അതെന്താണ്, അതിന്റെ കൂടെ ഒരു പേരും കൂടെ മാറ്റി. പണ്ട് വരെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞത്, ഇനി അല്ലെങ്കിൽ ഇനി അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്, അതായത് 1978 ശേഷം എന്താ അറിയപ്പെടുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പം രണ്ടാണ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് വേറെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം അത്രയാണ് അതിൽ നോക്കാനുള്ളത്. 19F എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി നിലവിലില്ല എന്നുള്ള കാര്യം അറിയണം, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. അതായത് അതിന്റെ ആർട്ടിക്കിൾ ഉൾപ്പെടെ അറിയണം. 44-ാം അമെന്റ്മെന്റ് 44-ാം ഭേദഗതി പ്രകാരമാണ് നമ്മളത് ചെയ്യുന്നത്. ഏത് അനുച്ഛേദനം, ആർട്ടിക്കിൾ 300A അനുച്ഛേദനം പ്രകാരമാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് 19 ആർട്ടിക്കിൾ 19 ക്ലോസിൽ വരുന്ന അവസാനത്തെ ആർട്ടിക്കിൾ മീൻസ് സബ് ഡിവിഷൻ ആണ് നോക്കാനുള്ളത്. അതായത് ആർട്ടിക്കിൾ 19 ക്ലോസ് G. ആർട്ടിക്കിൾ 19 ക്ലോസ് G എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ. അതായത് നമുക്ക് ഏത് പ്രൊഫഷനും ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതാണ് എന്തുറപ്പ് വരുന്നത്, ആർട്ടിക്കിൾ 19 ക്ലോസ് G. എന്താണ് പ്രൊഫഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, തൊഴിൽ. അതായത് ഏത് തൊഴിലും, മാന്യമായ ഏത് തൊഴിലും സ്വീകരിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് എന്തിൽ പറയുന്നത്, ആർട്ടിക്കിൾ 19 ക്ലോസ് Gയിൽ പറയുന്നത്. അതായത് ഇപ്പം നമുക്കിപ്പം ഡോക്ടറാണ് ആവണമെങ്കിൽ നമ്മൾ MBBS പഠിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു സെക്രട്ടറി പ്രസിഡന്റ് പോസ്റ്റ് ആണെങ്കിൽ എന്താ, നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ PSC എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും. ഇതെല്ലാം പുറമെ നമുക്കൊരു യൂട്യൂബ് ചാനലാണ് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും, അല്ലെ? വീഡിയോസ് ചെയ്ത് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. എന്താ പറയാ, നമുക്ക് ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത്. അത് എന്താണ്, നമ്മളുടെ അവകാശമാണ്. എന്തവകാശമാണ്, നമ്മളുടെ മൗലിക അവകാശമാണ്. നമുക്കത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് ഇൻ കേസ് ഇത് വൈലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞു, അതായത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാം എടുത്താലും, നമ്മൾ എല്ലാ ആർട്ടിക്കിൾസ് എടുത്താലും നമുക്ക് കോടതിയിൽ പോയാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് സ്റ്റേറ്റിന് വേണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ, നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ 19 ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞു, ചില കണ്ടീഷൻസിൽ നമ്മൾ ആക്ടുകൾ ഉൾപ്പെടെ പറഞ്ഞു, അല്ലെ? അൺലോഫുൾ പ്രിവെൻഷൻ ആക്ട്, അങ്ങനെ ആക്ടുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ സെക്ഷൻ 124A സെഡിഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് ചില കണ്ടീഷൻസിൽ വേണമെങ്കിൽ നമ്മളുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റദ്ദ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പം അത് ചില സാഹചര്യങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്തിനു വേണ്ട, രാജ്യത്തിന്റെ സോവർണിറ്റീനെയും ഇന്റഗ്രിറ്റീനെയും ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യപ്പെട്ടേ പറ്റൂ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തേ പറ്റൂ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റദ്ദ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രാക്ടീസ് പ്രൊഫഷൻസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് എന്താണ്, എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ അതിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോരായ്മയുണ്ട്. അല്ലെങ്കിൽ എന്താണ് അതിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം സാധാരണ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം, MBBS ഉണ്ടാവണം, അല്ലെ? ഇനി അതല്ല, വാജ് ഡോക്ടറായിട്ട് മീൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു തൊഴിലിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഇത് ഈ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതായത് ഈ പറയുന്ന എല്ലാത്തിനും ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു സെർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. അപ്പം അതില്ലാതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ MBBS ഡിഗ്രി ഇല്ലാണ്ട് ഡോക്ടർ പ്രൊഫഷൻസ് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവരുടെ അവകാശങ്ങളൊന്നും എന്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, ഈ ഫണ്ടമെന്റൽ റൈറ്റിന് കീഴിൽ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കാനും ആക്ഷൻസ് എടുക്കാനും ഉള്ള അധികാരങ്ങളും ഏതിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 19 ക്ലോസ് Gയിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ ആർട്ടിക്കിൾ 19 പറഞ്ഞു, അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് പറഞ്ഞു. അതേപോലെ തന്നെ അസംബിൾ പീസ്ഫുള്ളി, സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് സമാധാനപരമായിട്ട് സമരങ്ങൾ കൂടാനുള്ള അധികാരം. അവിടെ നമ്മൾ എടുത്തു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മറക്കരുത്. റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള കാര്യങ്ങൾ അതൊരിക്കലും മറന്നു പോകരുത്. അതേപോലെ തന്നെ റൈറ്റ് ടു ട്രാവൽ, അതായത് ഇന്ത്യക്ക് അകത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അസോസിയേഷൻസ് കൂടാനുള്ള കാര്യങ്ങളും, അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും അവരുടെ അസോസിയേഷൻസ് കൂടാൻ പറ്റും. അതായത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാനോ ഉള്ള എല്ലാ അധികാരങ്ങളും എന്ത് ഉറപ്പ് നൽകുന്നുണ്ട്, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്, അല്ലെ? അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവസാനം പറഞ്ഞ എന്താ, റൈറ്റ് ടു റിസൈഡ്, എവിടെ വേണമെങ്കിലും താമസിക്കാനുള്ള ഒരു അധികാരം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള അധികാരവും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 1978 ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 44ാം അമെന്റ്മെന്റ് പ്രകാരം ഒരു ആർട്ടിക്കിൾ 300 നമ്മൾ മാറ്റുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമുക്ക് 1973 ഒരു കേസ് ഉണ്ടായിരുന്നു, അതായത് കേശവനന്ദ ഭാരതി കേസ്. അപ്പം ആ കേസ് ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കാറുണ്ട് റിപ്പീറ്റ് ചെയ്ത്. അതായത് കേശവനന്ദ ഭാരതി കേസിൽ പറഞ്ഞത്, അതായത് ആ സുപ്രീം കോടതി വിധി ഇങ്ങനെയായിരുന്നു, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് വരുന്ന കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന രൂപീകരിച്ച സമയത്ത് കുറച്ച് ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊരിക്കലും നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ല എന്ന് എവിടെ പറയുന്നുണ്ടായിരുന്നു? അതായത് 1973 പറയുന്ന കേശവനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വിധിയാണ്. ഇനി ശ്രദ്ധിച്ച്, നമ്മൾ 1973 കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത 1978 അതായത് 44ാം അമെന്റ്മെന്റ് പ്രകാരമുള്ള ആക്ടിൽ എന്താ സംഭവിച്ചത്? ഫണ്ടമെന്റൽ റൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ അമെന്റ് ചെയ്തു അല്ലെ. അതായത് 1973 ഒരു കേസ് വന്നു, അതിനുശേഷം 1978 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്ന് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് അമെന്റ് ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ ഭേദഗതി ചെയ്ത് മാറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? അതായത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമല്ല. ഭയങ്കര അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമല്ല. അതായത് കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്കത് അമെന്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഓൾറെഡി 1973 ഒരു വിധി വന്നല്ലോ, അത് അമെന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. അപ്പം അത് അമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഒരിക്കലും എന്താണ്? ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമല്ല. അപ്പം ആ ഒരു കേസും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഇതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് കേസുകളുണ്ട്, അതായത് നമ്മുടെ മിനർവ മിൽസ് കേസ്. അതൊക്കെ നമ്മൾ ഓരോ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോഴും ആ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ആർട്ടിക്കിളുമായിട്ട് ആ ഒരു കേസിന് പ്രാധാന്യം വരുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ വിശദമായിട്ട് തന്നെ ആർട്ടിക്കിൾ 19 നോക്കി. ആർട്ടിക്കിൾ 19 എന്ന രീതിയിൽ അല്ലെങ്കിൽ ഏത് ഹെഡിങ്ങിന് കീഴിൽ വരും നമ്മൾ പറഞ്ഞു. എന്താണ്? റൈറ്റ് ടു ഫ്രീഡം എന്ന ഹെഡിങ്ങിന്റെ കീഴിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റും അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കി. അതേപോലെ തന്നെ ഒരു സുപ്രധാന കേസ് നമ്മൾ നോക്കി, എന്താണ്? കേശവനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന കേസിനെ പറ്റിയിട്ട് നോക്കി. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ആക്ടിനെ കുറിച്ചുകൂടെ നമ്മൾ ചർച്ച ചെയ്തു, എന്താണ്? അൺലോഫുൾ ആൻഡ് പ്രിവെൻഷൻ ആക്ടിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ സെക്ഷൻ 124A എന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കി, അതായത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതും ഡയറക്റ്റ് ചോദിക്കാം. 124A എന്ന് പറയുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കാം. 124A എന്ന് പറയുന്നത് സെഡിഷൻ ആണ്, ജാതിദ്രോഹ കുറ്റമാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ 19 നോക്കിയത്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 ആണ്. സോ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. ഓക്കെ, താങ്ക് യു.